ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVD യിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ? താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും MVD പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് എടുത്ത് ഇത് ഓടിക്കളയുന്നതും അല്ലെ, ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല, ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ട്, പ്രൈവസി പ്രശ്നമുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോ റോട്ടിലുണ്ട് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക, അല്ലേ? എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട് MVD-നോട്. ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ സെക്കൻഡ് ഇയർ BA ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട്, പക്ഷെ കോളേജിന് പാർക്കിംഗ് സൗകര്യമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും കാലിലെ ചുവപ്പ് പോകാത്ത പിഞ്ചോമനയുടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. പെറ്റിയടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മേയറുണ്ട്, മേയർ കൂടെ കേൾക്കുന്ന. ഞങ്ങൾ പെറ്റിയടിക്കുന്നില്ല, നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം അടിക്കുന്നു. നിങ്ങളത് നിയമലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നാടിന് നല്ലൊരു പുത്തൻ സംസ്കാരം ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രസ്തുതമായ നമ്മുടെ ആസിഫലിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരൻ ഇവിടെ നിങ്ങളെല്ലാം കുറിച്ചരിപ്പിച്ചില്ലേ, ഇത് ശരിസ വഹിക്കൂ. അത് നമുക്ക് നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം.